യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ ഒരു ഫേക്ക് ന്യൂസ് 1757 പ്ലാസി യുദ്ധം എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ട്. അത് ബ്രിട്ടീഷുകാർക്ക് ശരിക്കും നമ്മൾ ഇന്ത്യയിൽ ഒരു നില ഉറപ്പിച്ച ഒരു യുദ്ധമാണ്. ഈ ബ്രിട്ടീഷുകാരെ പൊതുവെ പരിപാടി വെച്ചാൽ ഏതെങ്കിലും ഒരു അന്നൊക്കെ നാട്ടുരാജ്യങ്ങളാണല്ലോ ഹൈദരാബാദ്, മൈസൂർ. ഈ നാട്ടുരാജ്യങ്ങളിൽ വന്നിട്ട് അവിടെ ഫാക്ടറി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അനുമതി വാങ്ങിച്ചിട്ട് അതിന്റെ ഉള്ളിൽ പിന്നെ പരിപാടി കാണിച്ച് ഇവർ അത് മൊത്തം കൈയടക്കുന്ന പരിപാടി. അപ്പം ബംഗാളിൽ ഇതുപോലെ ആദ്യം വന്നത് അവിടെ ഫാക്ടറി സ്ഥാപിച്ചിട്ട് എന്ത് ചെയ്തു, അവിടെ ഇങ്ങനെ അവർ കപ്പം വാങ്ങാൻ അവരുടേതായ രീതിയിൽ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് അവിടുത്തെ നവാബുണ്ട് സിറാജുദ്ദൗള, മൂപ്പര് ഇടപെടാൻ തുടങ്ങി. അങ്ങനെ ക്ലാഷ് ആയി. അപ്പൊ പിന്നെ യുദ്ധം ആവുമല്ലോ. യുദ്ധം എന്ന സമയത്ത് അത്യാവശ്യം രണ്ട് ഭാഗത്തും നല്ല ഇതുണ്ടായിരുന്നു, സൈന്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ്. സിറാജുദ്ദൗളനെ അങ്ങനൊന്നും വീഴ്ത്താനൊന്നും പറ്റില്ല. അപ്പൊ ചെയ്ത പരിപാടി വെച്ചാൽ സിറാജുദ്ദൗളിന്റെ കൂട്ടത്തിൽ ഒരു മിർജാഫർ എന്നാണ്. യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ ഒരു ഫേക്ക് ന്യൂസ് പ്രചരിപ്പിച്ചു. അതായത് സിറാജുദ്ദൗള മരിച്ചു പോയി മൂപ്പര സൈന്യത്തിന് തന്നെ വിശ്വസിപ്പിച്ചു. സൈന്യം ആകെ തകർന്ന് ചിതറി കടന്നു. അന്നേരം തോൽപ്പിക്കും ചെയ്ത് ഇയാള്. അപ്പം ഇയാളും സ്വാഭാവികമായിട്ട് ഓടും സിറാജുദ്ദൗള. ആ ഓടിയ സമയത്ത് പിറകെ പോയിട്ട് കുറിച്ച് വധിക്കുകയാണ് ചെയ്തത്. അപ്പൊ അത് എല്ലായിടത്തും ഈ സംഭവം ഉണ്ട്. അതേപോലെ തന്നെ